കൂട്ടുകാരെ, നാടും നാട്ടുവഴികളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബാലാതിരുത്തി എന്ന നമ്മുടെ നാട്ടിലെ ഒരു പ്രസിദ്ധമായ ഇടത്തേക്കാണ്. അധികമാരും കേട്ടിട്ടില്ല എങ്കിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. ഇവിടെ 2 ബാലാതിരുത്തികൾ ഉണ്ട്. 2 തിരുത്തികളിലായിട്ട് 150ഓളം വീടുകൾ ഉണ്ട്. ഞങ്ങളുടെ ഈ യാത്ര അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കും ഈ തിരുത്തിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാൻ സാധിക്കും. കോട്ടക്കടവ് വള്ളിക്കുന്ന് റൂട്ടിൽ കോട്ടക്കടവ് പാലം കഴിഞ്ഞ് വലത്തോട്ട് പോയാൽ നമ്മുടെ ഈ ബാലാതിരുത്തിയിലേക്കുള്ള വഴിയായി. ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരിടം. വൈകിട്ട് ചെന്നിരുന്ന് അത്യാവശ്യം സംസാരിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണിവിടെ. മറ്റുമല്ല, ഇവിടെ ഒരുപാട് റിസോർട്ടുകളും കയാക്കിംഗ് ഏരിയകളും ഉണ്ട്. ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം. ഇനി നമുക്ക് ഇവിടെ വണ്ടി വെച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പതിയെ അങ്ങ് നടക്കാം. ഇവിടെ ചെറു തോണികളും ഹൗസ് ബോട്ടും റിസോർട്ടുകളും കാണാൻ സാധിക്കും. നിങ്ങൾ കേൾക്കുന്നില്ലേ ആ ശബ്ദം? ഇതൊക്കെ തന്നെയാണ് ഈ തുരുത്തിയെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. ഇവിടെ നിന്ന് കൂട്ടായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ വന്നിരുന്ന് സുന്ദരമായ നമ്മുടെ സൺസെറ്റും കാര്യങ്ങളും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ്. ഒരിടത്ത് പുഴയുടെ ഭംഗി, അതിനപ്പുറം കാറ്റ്, കിളികളുടെ ശബ്ദം, പിന്നെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ സുന്ദരമായ ആകാശം. അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് നേരം ശ്രദ്ധിച്ചാൽ ട്രെയിൻ പോകുന്നതും കാണാൻ സാധിക്കും. തീവണ്ടി പോകുന്നവർ കാണാത്തവരില്ലല്ലോ. പക്ഷേ എല്ലായിടത്തും കാണുന്ന പോലെയല്ല ഇവിടെ നോക്കിയിരുന്ന് ഈ ഒരു അവസ്ഥയിൽ നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുമ്പോൾ നമ്മൾ പല സിനിമകളിൽ കണ്ട സീനുകളിലേക്കും മറ്റും തിരിച്ചു പോകുന്നു. ഇത് കണ്ടോ? ഈ സ്റ്റെപ്പിലൂടെ കയറിയാണ് നമുക്ക് റെയിൽവേ ട്രാക്കിലേക്ക് യാത്ര ചെയ്യാവുന്ന ഒരിടമെന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തരം കാഴ്ചകളും ചെറിയ ഫുഡ് ഹട്ടുകളും ഒക്കെ കണ്ടുകൊണ്ട് തോണിയും മറ്റും കണ്ടുകൊണ്ട് കുറച്ചു നേരം സുന്ദരമായി മനസ്സിനെ ശാന്തമാക്കി ഇരിക്കാൻ പറ്റിയ ഒരിടം നമ്മുടെ ഫറൂഖിൽ തന്നെയുണ്ട്. ഈ വഴി കടന്നു പോകുന്നവർ അതിനെ മറന്നു കളയാതെ എത്തിച്ചേരണം. പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ടൂറിസത്തിൻ്റെ ഒരിടം കൂടിയാണിത്. പലരും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതേ രീതിയിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടെങ്കിലും ഈ വഴിയെ പോകുമ്പോൾ ഇവിടെയൊന്ന് കയറി നോക്കാനും ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതിയെ മടങ്ങാം. കാഴ്ചകളൊക്കെ സുന്ദരമാണെങ്കിലും എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, ഇതൊരു റെയിൽവേ ട്രാക്കാണ്. അവിടെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിയമങ്ങളെ അവിടെ അനുസരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ കിട്ടും. മറ്റൊന്നുമല്ല, കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ അടുത്ത് വന്ദേ ഭാരതിലെ ഒരു യുവതിക്ക് നേരെയുണ്ടായ ഒരു കല്ലേറിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഈ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണാൻ പോകാം, ഒരുപാട് ഇടങ്ങൾ കാണാം, ഒരുപാട് ചരിത്ര സംഭവങ്ങളെ ഓർത്തെടുക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും മറന്നുകൊണ്ടാകരുത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലുണ്ടിക്കടവ് പാലമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇലക്ഷൻ്റെ വിജയ ആഹ്ലാദ പ്രകടനങ്ങളാണ് കേട്ടോ. ഈ പാലത്തിനടുത്ത് ഒരു അഴിമുഖമുണ്ട്. അത് മനോഹരമായ മറ്റൊരു കാഴ്ചയാണ്. ആ കാഴ്ചകളുമായി പിന്നെ നമുക്ക് വരാം കേട്ടോ.
ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പച്ചപ്പ് കണ്ടൽ കാടുകളുടേതാണ്. അത് നമ്മുടെ പുഴയിൽ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതാണ് നമ്മുടെ പുഴയുടെ ഭംഗി എന്നതിലുപരി നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷക കൂടിയാണ് കണ്ടൽ കാടുകൾ. പിന്നെ ഇവിടെ കാണാൻ പറ്റിയ മറ്റൊരു കാഴ്ച, തൊട്ടടുത്ത് ഒരു അമ്പലവും ഒരു പള്ളിയും നിൽക്കുന്നത് തന്നെയാണ്. അപ്പുറവും ഇപ്പുറവുമായി ഒരു അമ്പലവും പള്ളിയും നിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ കടലുണ്ടി എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഇവിടെ ഒരു പക്ഷി സങ്കേതം കൂടിയാണ്. ഒരുപാട് പക്ഷികൾ പറന്നെത്തുന്ന ഒരിടം കൂടിയാണ്. പിന്നീട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മടങ്ങാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം നല്ല മഴയും ഞങ്ങളെ തേടിയെത്തിയിട്ടുണ്ട് കേട്ടോ. ആ മഴയിൽ ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് അതിനുശേഷം പതിയെ വീട്ടിലേക്ക് മടങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അത് ഞങ്ങൾ പതിയെ നടത്തിയെടുക്കുകയും ചെയ്തു. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ടായിരിക്കും. നമ്മൾ കാണാതെ പോകുന്ന നമ്മുടെ നാടിൻ്റെ മനോഹാരിത മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ സാധിക്കുക എന്നത് വലിയ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരമുള്ള കാഴ്ചകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇടത്താണെങ്കിൽ ഞങ്ങളെ കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നാട്ടിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.